ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ കടയടച്ചിട്ട് വരുന്ന സമയത്ത് ദേവിയും അഞ്ജുവും കൂടി അപ്പുവിൻ്റെയും ഹരിയുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പു ബാലേട്ടൻ വന്നിട്ട് എല്ലാം തുറന്നു പറയാമെന്നും പറഞ്ഞ് ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സമയത്താണ് ബാലൻ കയറി വരുന്നതും ഇവർ അവിടെ നിൽക്കുന്നതൊക്കെ ബാലൻ കണ്ടത്. ബാലൻ അന്നേരം ചോദിച്ചു, എന്താണ് അപ്പു പറഞ്ഞത് ഹരിയോട്? ഹരി നേരത്തെ പോകുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബാലേട്ടൻ വന്നിട്ട് എല്ലാം പറയാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ അപ്പു അങ്ങ് ഇറങ്ങി വന്നു. ഈ സമയത്ത് നമ്മുടെ ദേവൂട്ടിയെക്കുറിച്ച് അവിടെ സ്കൂളിൽ ചെന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയും ടീച്ചർ പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുക. അപ്പോൾ അപ്പോൾ ഇത്രയും നാളും കൊച്ചിന് തുള്ളലും ചാട്ടമൊക്കെ ഉള്ളൂ, പഠിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഇരുന്നത്. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ടെന്ന് അഞ്ജു ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല ദേവിയോട് ടീച്ചർ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു. ദേവൂട്ടിക്ക് ഇടത് കൈ തഴക്കം ആയതുകൊണ്ട് ഇടത് കൈ തഴക്കം ഉള്ളവരൊക്കെ മഹാത്മാരായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയുക. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അപ്പുവിന് വലിയ സന്തോഷമായി. അപ്പോൾ മോളെ, ടീച്ചർ വരെ പറഞ്ഞത് കേട്ടല്ലോ, നീ എപ്പോഴും ഇങ്ങനെ മോളെ ശകാരിക്കുകയും അവളോട് ദേഷ്യപ്പെടുകയും അവളെ വിഷമിപ്പിക്കുകയും ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നേരം പറഞ്ഞു. ഇല്ല ബാലേട്ടാ, എൻ്റെ മനസ്സിൻ്റെ ടെൻഷനും കൊണ്ട് ഞാൻ ഓരോന്നൊക്കെ പറയുന്നതാണ്, ഇനി ഞാൻ അതൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഹരിയെ മോള് വേഗം വീട്ടിലോട്ട് വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? എന്താ ആരോടും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഒരു വമ്പൻ സർപ്രൈസ് തന്നെയാണ് ബാലേട്ടൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാ, ഭക്ഷണമൊക്കെ കഴിക്കുക, അപ്പോൾ അന്നേരം പറയാമെന്ന് പറഞ്ഞു. അത്ര വലിയ സർപ്രൈസാണോ മോളെ? അതെന്തിനാ നീ അത്രയും വലിയ സർപ്രൈസൊക്കെ ഇടുന്നേ? അതൊക്കെ ഉണ്ട്, അത്ര സർപ്രൈസ് ആക്കേണ്ട കാര്യം തന്നെയാണ് ബാലേട്ടാ, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പു ശരി എന്നാ അപ്പു മോള് പറഞ്ഞതല്ലേ, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ കുളിക്കാനായിട്ട് എഴുന്നേറ്റ് പോണു. ഈ സമയത്ത് ശിവനും അഞ്ജുവും കൂടി അവിടെ നിന്ന് എന്തായിരിക്കും എന്നാലും അപ്പോഴത്തേക്ക് പറയാനുള്ളത് എന്നിങ്ങനെ പരസ്പരം ചോദിക്കാം. എന്തായാലും അവൾ പറയുമ്പോൾ അറിയാമല്ലോ എന്ന് നമ്മുടെ അഞ്ജു അന്നേരം പറഞ്ഞു. അതുപോലെ തന്നെ ദേവിയും ബാലനും ഇതിനെപ്പറ്റി പറഞ്ഞു, എന്താ അവൾക്ക് പറയാനുള്ളത് എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരിയാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. ഹരിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല, ഒരു തെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അപ്പു നല്ല സന്തോഷത്തിലാണ്. അപ്പു ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക അതിൽ. ഇത് കഴിഞ്ഞ് നമ്മുടെ ബാലനും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അന്നേരം ഹരി വന്നില്ല. ഹരി എവിടെയാ? അപ്പോൾ ഹരി റൂമിലുണ്ട് ബാലേട്ടാ, അവനോട് കഴിക്കാൻ പറയാൻ പറഞ്ഞപ്പോൾ അവനിപ്പോൾ വരുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വന്നു. പിന്നെ എല്ലാവരും ഇരുന്ന സമയത്ത് ദേവിയും അതുപോലെ അപ്പവും അഞ്ജു എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പോൾ അഞ്ജുവിനോട് ഇരിക്കാൻ പറഞ്ഞവർ, കാരണം അഞ്ജു ഇനിയിപ്പം വേറെ ഒന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അഞ്ജുവിനോടും ഇവരോടൊപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞു. അന്നേരം അഞ്ജു ഇരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവൂട്ടിയും വന്ന് ഇന്ന് ഡാഡിയുടെ മടിയിലിരുന്ന് കഴിക്കണമെന്നും പറഞ്ഞ് ഹരിയുടെ മടിയിൽ കയറിയിരുന്നു. അങ്ങനെ ഡാഡിയുടെ മടിയിലിരുന്ന് കൊച്ചും കഴിക്കുക. അത് കഴിഞ്ഞപ്പം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ദേവൂട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ബാലൻ. ഇന്ന് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർ എന്താ ദേവൂട്ടി പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ദേവൂട്ടിയെക്കുറിച്ച് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണെന്നും പറഞ്ഞ ദേവൂട്ടി. അച്ഛൻ അറിഞ്ഞു, അച്ഛൻ്റെ ദേവൂട്ടി നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുമ്പം ഇനി പറ അപ്പു, എന്താ അപ്പുവിന് പറയാനുള്ളത്? എന്താ ഇത്രയും വലിയൊരു സർപ്രൈസ് ആയിട്ട് ഒരുക്കി വെച്ചിരുന്ന കാര്യമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ ബാലേട്ടൻ എപ്പോഴും പറയാറില്ലേ, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ അന്ന് ഹരിക്ക് ജോലി കിട്ടിയിട്ട് ഹരിക്ക് പോകാതിരുന്ന ആ കമ്പനിയില്ലേ, ആ കമ്പനിയിലേക്ക് ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, വീണ്ടും ആപ്ലിക്കേഷൻ അയച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അന്ന് കിട്ടിയ ആ പോസ്റ്റിനേക്കാളും ഒരു പിടി മുകളിലാണ് ഇന്ന് നമ്മുടെ ഹരിക്ക് കിട്ടിയിരിക്കുന്ന ജോലി. അതും ആ കമ്പനിയിലെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും കൊതിക്കുന്ന പോസ്റ്റാണെന്ന് അന്നേ ഞാൻ ബാലേട്ടനോട് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ. ഇപ്പോൾ റീജിയണൽ മാനേജറായിട്ടാണ് നമ്മുടെ ഹരിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഹരിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി സന്തോഷമായി കേട്ടോ. ഈ ഹരിക്ക് ഇത്രയും നല്ലൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരിതിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല കാര്യമാണല്ലോ, എന്തായാലും വെറുതെ ആയില്ലല്ലോ കാത്തിരിപ്പ്. അത് മാത്രമല്ല അപ്പു ഇതിനെ പരിശ്രമിച്ചതും വെറുതെ ആയില്ലല്ലോ, എന്തായാലും അത്രയും നല്ലൊരു ജോലി കിട്ടിയില്ലേ ഹരി, പിന്നെന്താണെന്നൊക്കെ ചോദിച്ചു ഇവരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹരിക്ക് മാത്രം ഒരു സന്തോഷമില്ല. ഹരി ആണെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ ബാലേട്ടാ ആ ഒരു ജോലി ശരിയാക്കിയത്. പക്ഷേ ഇവൻ അതിൻ്റേതായ ഒരു സന്തോഷവും ഒരു കാര്യങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഹരി ഇത്,
നീ ഇതുപോലെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ അപ്പു നിനക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത്? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഏത് നേരം അപ്പുമോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിനക്ക് ആ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? എന്ത് സംഭവിച്ചാലും നീ ആ ജോലിക്ക് പോകണം. എന്നും കൃഷ്ണ സ്റ്റോഴ്സിൽ ഇങ്ങനെ കണക്കെഴുതി നിന്നാൽ മതിയോ നിനക്ക്? അതാണോ നീ ഉദ്ദേശിക്കുന്നത്? ഏതായാലും അതിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജോലിക്ക് നീ പോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേവിയും പറഞ്ഞു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ ജോലി കിട്ടിയതിലോ എനിക്ക് സന്തോഷക്കുറവുണ്ടായിട്ടൊന്നും അല്ല ബാലേട്ടാ. പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുനക്കരയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തവണയും പോസ്റ്റും കിട്ടിയിരിക്കുന്നത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ബാലൻ്റെയൊക്കെ വായ അതുപോലെ അങ്ങ് അടഞ്ഞുപോയി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവിയും വല്ലാതെയായി. പക്ഷെ അഞ്ചു അന്നേരം ഒന്ന് ടെൻഷനായി ഇവരുടെ മുന്നിലിരുന്ന്. പക്ഷെ പറഞ്ഞു, അവിടെയാണ് ജോലി കിട്ടിയതെങ്കിൽ എന്താ ഹരിയേട്ടാ കുഴപ്പം? അവിടെ പോയി ജോലി ചെയ്യണം. അല്ലാതെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞാൽ വരുന്ന ഭാഗ്യങ്ങളൊക്കെ കൈവിട്ട് പോകത്തല്ലേ ഉള്ളൂ എന്ന് അഞ്ചു ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശിവനും ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു കേട്ടോ. അതെ ഹരിയേട്ടാ, ഹരിയേട്ടൻ ഇങ്ങനെ ഓരോന്നിനും ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിരുന്നാൽ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് പോവത്തല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലനും ദേവിയും പറഞ്ഞു, പക്ഷെ ഇത്രയും ദൂരമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ ഇവരിങ്ങനെ സംസാരിക്കുക. കാരണം ഹരി സാന്ത്വനം വിട്ട് പോകുന്നത് ഇവർക്ക് താല്പര്യമുള്ള കേസല്ല. അതുകൊണ്ട് ഇവരിങ്ങനെ ആ ഒരു മൈൻഡിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുവിന് ദേഷ്യം വന്നു. അങ്ങനെ അപ്പു ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, സങ്കടവും വന്നു, എല്ലാം വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നും ഇങ്ങനെ തന്നെ നടന്നാൽ മതിയോ? മോള് വളർന്നു വരികയാണ്, മോളുടെ കാര്യങ്ങൾ നോക്കണ്ടേ, ജീവിതത്തിന് ഒരു അടിസ്ഥാനം വേണ്ടേ, അടിത്തറ വേണ്ടേ, ഇതൊക്കെ ചോദിച്ചു. അപ്പവും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇത്തവണയും കൂടെ ചെന്ന് അമരാവതിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവനറിയാമല്ലോ. അവിടെ ജോലി ചെയ്യുന്നത് എന്തോ കുറഞ്ഞ ഒരു കാര്യമായിട്ട് ഇവരെല്ലാവരും പറഞ്ഞതായിട്ടൊക്കെ നീ ഓർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അപ്പു ഇങ്ങനെ പറയുക. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരുന്നുണ്ട് ഹരി, ഇതിനി എന്താണ് വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അപ്പു അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഹരി ഇട്ടേച്ച് എഴുന്നേറ്റ് പോയി. പിന്നെ എല്ലാവരുടെയും കഴിപ്പൊരു വകയായി. എല്ലാവരും എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവിയും പിന്നെ ബാലനും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അഞ്ജുവും ശിവനും കൂടി ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് എങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി വേണ്ടേ, അല്ലാതെ എന്നും ഇങ്ങനെ നിന്നാൽ മതിയോ എന്നൊക്കെ അഞ്ജു അന്നേരത്തേക്കും നമ്മുടെ ശിവനോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, ഹരിയേട്ടനല്ലേ അതിന് തീരുമാനം എടുക്കണ്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവനും അന്നേരം ചോദിച്ചു. എന്നിട്ട് ഇവർ നമ്മളിതും കഴിഞ്ഞ് നമ്മുടെ അഞ്ജു നേരെ അടുക്കളയിലേക്ക് പോയി. അഞ്ജു അടുക്കളയിൽ ചെന്നപ്പോൾ ദേവി കഴിച്ച ഭക്ഷണം ഒക്കെ എടുത്ത് വെച്ച് അതുപോലെ തന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് പെറുക്കിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഞ്ജു ചെല്ലുന്നത്. എന്താ അഞ്ജു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കുടിക്കാനോ മറ്റോ വേണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ വേണ്ട ദേവേട്ടത്തി എന്ന് പറഞ്ഞു. അല്ല, ഹരിയേട്ടൻ്റെ ജോലിയെ പറ്റി എന്താണ് ദേവേച്ചിയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്ത് അഭിപ്രായം, അതൊക്കെ അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ എന്ത് അഭിപ്രായം പറയാനാണെന്ന് ദേവി. അതെന്താ ദേവേച്ചിക്ക് മാത്രം അഭിപ്രായം ഇല്ലാത്തത്, ദേവേച്ചി അഭിപ്രായം പറയണ്ടേ എന്ന് ചോദിച്ചു. എനിക്ക് ഹരി അങ്ങനെ ദൂരത്തേക്ക് പോകുന്നത് കാര്യം ഓർക്കുമ്പോഴേ ഒരു വിഷമമുള്ളൂ, അല്ലാതെ ഹരിക്ക് ജോലി കിട്ടിയതിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ദേവേച്ചി ഇനിയെങ്കിലും നിങ്ങളുടെ ഈ ഒരു ചിന്താഗതി മാറ്റണമെന്ന് നമ്മുടെ അഞ്ജു പറഞ്ഞു. അപ്പോഴേക്കും ദേവി ഇങ്ങനെ നോക്കുക. ഇത്രയും കാലമായിട്ടും അവർ ഈ സാന്ത്വനത്തിൽ കെട്ടിയിട്ട് തന്നെയല്ലേ ദേവേച്ചി വളർത്തിയത്, എന്നിട്ടോ എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടായോ, അവരുടെ ജീവിതം എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ദേവി ഇങ്ങനെ അന്തിച്ച് അഞ്ജുവിനെ നോക്കുക. കണ്ണൻ പിന്നെ പഠിക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് ചെന്നൈയിൽ പോയി അവിടെ ചെന്ന് നിന്ന് പഠിച്ച് അവിടെ തന്നെ ഒരു ജോലി മേടിച്ചതുകൊണ്ട് നമ്മുടെ കണ്ണൻ രക്ഷപ്പെട്ടു. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ, ജീവിതം ഹോമിച്ച് കളഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവി ഇങ്ങനെ അന്താളിച്ച് നോക്കുക. സ്വന്തം കാര്യം എല്ലാവർക്കും ചിന്താപ, സ്വന്തം കാര്യം വന്നപ്പോൾ ഇത്രയും കാലം നോക്കി വളർത്തിയതും ചെയ്തതും എല്ലാം എല്ലാവരും മറന്നുപോയി എന്നുള്ളൊരു മട്ടിലാണ് നമ്മുടെ ദേവി അതിനെ കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ അപ്പു അങ്ങോട്ടേക്ക് വന്നു. അപ്പു വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ഹരിയേട്ടനെക്കുറിച്ച് പറയുമായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അതെ ദേവേടത്തി, അവനോട് എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാൻ പറ, നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും. അപ്പോൾ ദേവേച്ചിക്ക് ഹരിയേട്ടൻ ഇത്രയും ദൂരത്ത് പോയി നിന്ന് ജോലി ചെയ്യുന്ന വിഷമമാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ദേവേടത്തി ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം കുടുംബത്തെയും കൂടപ്പിറപ്പുകളെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഇട്ടേച്ച് ഈ മിലിറ്ററിയിൽ പോയി ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, സ്വന്തം ജീവൻ പോലും പണയം വെച്ച്. അവരൊക്കെ എന്താ സ്വന്തം കുടുംബത്തിനോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒന്നും സ്നേഹമില്ലാഞ്ഞിട്ടാണ് പോകുന്നത്? എന്നും ഇങ്ങനെ ഇവിടെ ഈ ഒരു കണക്കെഴുത്ത് പിള്ളയായിട്ട് നടന്നാൽ മതിയോ? ഞങ്ങൾക്കും വേണ്ട ഒരു ജീവിതം. മോള് വളർന്നു വരുന്നു, ജീവിതത്തിനൊരു അടിസ്ഥാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ കൊച്ചാകുന്നതല്ലാതെ ആരുടെയും മുന്നിൽ തലയെടുപ്പോടുകൂടി നിൽക്കാനായിട്ട് ഇന്നേ വരെ സാധിച്ചിട്ടില്ല.
ഹരി ഇങ്ങനെ എന്നും കൃഷ്ണ സ്റ്റോഴ്സിൽ തന്നെ നിന്നു പോയാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്നൊന്നും ദേവടുത്ത് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതുകൊണ്ട് എന്തു വന്നാലും ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാതെ ജോലിക്ക് വിടാൻ തന്നെ തീരുമാനിക്കണമെന്നും പറഞ്ഞു. പിന്നെ ഹരി പോകുന്നത് ഒത്തിരി ദൂരേക്കൊന്നും അല്ലല്ലോ, അതുപോലെ ഈ പറഞ്ഞതുപോലെ മിലിറ്ററിയിലേക്കോ ഒന്നും അല്ലല്ലോ. ഹരിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. ഹരി പോയാലും ഞാനും ദേവൂട്ടി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, പിന്നെ എന്തിനാ ദേവേടത്തി ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ദേവേടത്തി തന്നെ അവനോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പു ഇങ്ങനെ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ അഞ്ചു പറഞ്ഞു, കേട്ടില്ല അപ്പു പറഞ്ഞത് ദേവേച്ചി, എന്തൊക്കെ വന്നാലും ദേവേച്ചിയൊക്കെ തന്നെ ഹരിയേട്ടനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം, അല്ലാതെ ഇങ്ങനെ ഇനിയും അനിയന്മാരെ സ്വന്തം ചിറകിൻ്റെ കീഴിൽ അടക്കി വെച്ചുകൊണ്ട് അവരുടെ ഭാവി തകർക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചു അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു റൂമിലേക്ക് ചെന്നപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ദേവേടത്തിയുടെ എന്താ നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾക്കിടയിൽ തന്നെ തീരണം, അല്ലാതെ അതിനകത്തേക്കെല്ലാം നീ പോയി ദേവേടത്തെയും ബാലേട്ടനെയും വലിച്ചിടേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അവരെ എന്തിനാ എപ്പോഴും നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ, കുറ്റപ്പെടുത്ത് ഞാനോ, നിനക്ക് എന്താ പറ്റിയത് ഹരി? ഞാനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, സംഭവിച്ച കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി യാതൊന്നും മനഃപൂർവ്വം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു, നീ പറയുന്ന ഓരോ വാക്കും അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ഹരി അന്നേരം ചോദിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യവും പറഞ്ഞ് മുട്ടൻ ഉടക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദേവി വന്നപ്പോഴത്തേക്കും സ്വിച്ച് ഇട്ടതുപോലെ ഇവരുടെ ആ ഒരു സംസാരം അവിടെ അങ്ങ് നിന്നു. ദേവി അന്നേരം വന്നു. അപ്പോൾ ദേവിക്ക് മനസ്സിലായി ഇതിനെപ്പറ്റിയുള്ള എന്തോ ഒരു ചർച്ചയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കായിരുന്നു എന്ന് ദേവി ചോദിച്ചപ്പം കുഴപ്പമില്ല ഏട്ടത്തി പോരേന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ വിളിക്കുക. അത് കഴിഞ്ഞ് അകത്തേക്ക് കടന്നു വന്ന് നമ്മുടെ ദേവി ഹരിയോട് പറയുവാണ് ജോലിക്ക് പോകണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, അതെന്താ ദേവേടത്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് ചോദിച്ചു. പെട്ടെന്നല്ല, അതാണ് ശരി ഹരി, നിനക്ക് വേണ്ടി അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നതാ, എന്നും ഇങ്ങനെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങി സ്വന്തം ജീവിതവും ഭാവിയും തകർക്കാതെ നീ ഈ ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ ഹരിയുടെ മുന്നിൽ വന്ന് നിന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ എന്തോ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ ഹരിക്ക്. അതിപ്പോൾ ദേവി പോയി കഴിയുമ്പോൾ അപ്പുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യും. പിന്നെ ഹരിയുടെ തീരുമാനം എന്താകുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.